ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. ഓരോ തിരക്ക് കാരണം എനിക്കന്ന് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓണത്തിൻ്റെ അന്ന് ഇതാ നല്ല മഴയായിരുന്നു. അപ്പോൾ ഏട്ടൻ കോട്ടൊക്കെ ഇട്ടിട്ട് അത്ത ഇടുന്നുണ്ട്. എനിക്ക് പനി ആയതുകൊണ്ട് അധികം വിട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാരണം ഏട്ടൻ എന്നെ മഴ നനയാൻ സമ്മതിച്ചില്ല കേട്ടോ. തക്കുവും നൈനൊക്കെ വന്നിട്ടിതാ പിന്നെ അത്തോടാനുള്ള തിരക്കാണ്. അപ്പം തക്കുവിനെ പുറത്തിറക്കിയിട്ടില്ല, തക്കു മഴയല്ലേ. നൈനും ഇതാ കുടയും ചൂടി സെക്ടറൊക്കെ ഇട്ടിട്ട് അവളൊരിപ്പുണ്ട്. തക്കു വീഡിയോ എടുക്കുന്നതാണ്. ഇങ്ങനെ മഴ കുറഞ്ഞ അപ്പം കുറേ നേരം ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നേ. എന്താണെന്നറിയില്ല, രാത്രി ഒന്നും മഴയുണ്ടായിരുന്നില്ല. രാവിലെ അത്ത ഇടാൻ നേരം ആയപ്പോഴേക്ക് 5:30 ആയപ്പോൾ അത്ത ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് ഒരു തെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ടൊക്കെയപ്പോഴേക്കും മഴയും തുടങ്ങി. പിന്നെ ഒന്നിനും എന്താ പറയുക, സമ്മതിച്ചില്ല. പിന്നെ കുറച്ച് നേരം വിടുന്ന വരെ കുറച്ച് നേരം കാത്തു നിന്നു. പിന്നെ വിടില്ലാന്ന് കണ്ടപ്പോൾ പിന്നെ ഏട്ടൻ കോട്ടൊക്കെ ഇട്ട് അത്ത ഇടാൻ കൂടി. പിന്നെന്താ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കളം. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പനിയൊക്കെ ആയിരുന്നു, എല്ലാവർക്കും പനിയായിരുന്നു. നൈനുവിന് പനി, ഹോസ്പിറ്റലായിരുന്നു. തക്കുവിനും പനിയായിരുന്നു. പിന്നെ എൻ്റെ അവസ്ഥയും മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആകെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഓണമായിപ്പോയി. എന്നാലും നമുക്ക് ഓണം ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അങ്ങനെ അത്തമൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങൾ അടുക്കളയിൽ കയറുന്നത് കേട്ടോ. രാവിലെ അത്തമിടാൻ നേരത്തെ അങ്ങനെ കുളിച്ചിട്ടല്ല അത്തമിടുക. അത്തം ഇട്ട് കഴിഞ്ഞിട്ട് കുളിക്കുക. എല്ലാവരും തിരിച്ചാണ് ചെയ്യുക. പക്ഷേ ഇന്നത്തെ അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ പ്രാവശ്യം ഒക്കെ തല തിരിഞ്ഞാട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ അമ്പലത്തൊക്കെ പോയി. ഏട്ടനും അമ്മയും അമ്പലത്തിൽ പോയിട്ട് വന്നു. ഞങ്ങൾ പിന്നെ പോകാൻ നിന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും പോയാലും വീട്ടിൽ ഒരുപാട് പേര് വരുന്നതാണ്. അപ്പോൾ പോയാലും വാതിലടച്ചിടാൻ പറ്റില്ലല്ലോ, രാവിലെ ഓണമല്ലേ. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ എന്താ പറയുക, സദ്യക്കുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് പച്ചടി, ബീട്രൂട്ട് പച്ചടി ആട്ടോ ഉണ്ടാക്കുന്നത്. വലിയ സദ്യ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിതാ ഭക്ഷണമൊക്കെ വിളമ്പി എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇരിക്കാത്തത്. അപ്പോൾ മക്കൾ അവർക്കുള്ളത് അവരവർ വിളമ്പൊന്നും ഉണ്ട് കൂടെ, ഞങ്ങളെ കാത്ത് നിൽക്കുന്നൊന്നുമില്ല. പിന്നെ ഇതാ ഏട്ടനിരുന്നു. പിന്നെ അച്ഛനും അമ്മയും നമ്മുടെ ഡൈനിങ് ടേബിളിലാട്ടോ ഇരിക്കുന്നത്. പക്ഷേ ടേബിളിലല്ല, അവിടെ ആട്ടോ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇപ്പോൾ പായയിലിരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ഞങ്ങൾ ചെറുതായി വരികയല്ലല്ലോ, വലുതായി വരികയല്ലേ അല്ലേ. മക്കൾക്ക് പായലിരുന്ന് ഓണം വിഷുവായാൽ പായലിരിക്കണമെന്ന് ഭയങ്കര നിർബന്ധം കേട്ടോ. പിന്നെ അതൊരു ശീലമായി. അങ്ങനെ പായലിരുന്ന് ഓണവും വിഷുവും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഒരു രസം തന്നെ കേട്ടോ. പക്ഷേ എന്താ പറയുക, ഒത്തിരി സ്ഥലക്കുറവ്, അതാണ്. അപ്പോൾ ഇന്ന് സദ്യയിൽ എന്താ ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ ബീട്രൂട്ട് പച്ചടി, പപ്പടം, വറുത്തുപ്പേരി, ശർക്കര, പഴം, പയറുപ്പേരി, അച്ചാർ, അങ്ങനെ പപ്പടം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് ഞങ്ങളുടെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നാത്തൂനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, അനിയൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ ആണ്, അല്ല ആഗസ്റ്റ് 23-നാണ്. എങ്കിലും അവൻ ജനിച്ചത് കറക്റ്റ് ദിവസം എന്താണെന്ന് ചോദിച്ചാൽ തിരുവോണത്തിൻ്റെ അന്നാണ്. അപ്പോൾ നാത്തൂൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൾ വന്നപ്പം എന്താ പറയുക, അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി കേക്കൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരണമെന്ന് കേട്ടോ. അങ്ങനെ വാങ്ങിയതാണ്. അപ്പം എന്താ ഇച്ചിക്കുട്ടൻ അനിയനും കൂടി ഇത് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഞായറാഴ്ച പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച പോവുകയാണെന്നല്ല, അവർ പോയി. ഞാൻ ഇന്നല്ലേ വീഡിയോ ഇടുന്നേരെ. വീട്ടിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ അവിടെ അടുത്തുള്ള വീട്ടുകളിലൊക്കെ ഒന്ന് കറങ്ങി അടിക്കാൻ പോയിട്ടോ. അങ്ങനെ എത്തിയത് ഒരു രാത്രി 7:30-8 മണിയൊക്കെ ആയി കേട്ടോ.
തിരിച്ച് വന്നപ്പോഴേക്കും നല്ല ഇരുട്ട്. പിന്നെ ഞാനും ഏട്ടനും മക്കളും ആട്ടോ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞിട്ട് ഏട്ടനും പോവുകയാണ്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിൽ പരിപാടിയാണ്, ക്ലബിൻ്റെ പരിപാടിയാണ് കേട്ടോ, ഓണാഘോഷ പരിപാടിയായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂള്. അപ്പോൾ പോകണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് പോകരുത്, നൈനൂനും തക്കൂനൊക്കെ പനിയൊക്കെ മാറിയിട്ടല്ലേ ഉള്ളൂ, പിന്നെ ഇത്ര ദിവസവും മഴയല്ലേ, ഇന്ന് എന്തോ നല്ല ഇതിൽ വേണ്ടിയിട്ട് എന്താ പറയുക, പരിപാടീൻ്റെ ഭാഗമായിട്ടായിരിക്കാം, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഡ്രോയിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ടോ. പിന്നെ മാമനും ആൻറ്റിയും മക്കളൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു പോയി. പിന്നെ അധികം നേരം നിൽക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അധികം നിന്നില്ല. പിന്നെ പക്ഷേ നിൽക്കണ്ടെന്ന് പറഞ്ഞത് മക്കളോടാണ്, പക്ഷേ മക്കളാണ് അവിടെ നിന്നത്. കുറച്ച് നേരം അവർ കാണാൻ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം വടംവലി ആയപ്പോഴാട്ടോ ഞാൻ വന്നത്. അത് കഴിഞ്ഞ് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു, പ്രൈസ് വിതരണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നൈനൂന് ഡ്രോയിങ്ങിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അവൾ ഒന്നും ഡ്രോയിങ് എന്താ വരയ്ക്കേണ്ടതെന്ന് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഓർക്കാപ്പുറത്ത് എന്നെ ഒരാൾ വിളിക്കുകയും പിന്നെ അങ്ങനെ എടുത്ത് ഇറങ്ങി ഓടിയത് കേട്ടോ. ആ ടൈം കറക്റ്റ് 10 മണിയാകുമ്പോഴേ ഞാനിവിടെ എത്തുന്നതും. അതുകൊണ്ട് തന്നെ ഡ്രോയിങ് എന്ത് വരയ്ക്കണമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, വരയ്ക്കുന്ന കുട്ടികൾക്കല്ലേ കിട്ടുള്ളൂ അല്ലേ. നൈനു പഠിക്കുന്നൊന്നുമില്ല, പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രോയിങ്ങിനോട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡ്രോയിങ്ങിനായിട്ട് വന്നതും. കിട്ടുന്നതിലല്ലല്ലോ കാര്യം, നമ്മളതിലൊരു പങ്കെടുക്കുന്നതിലല്ലേ കാര്യം. അപ്പോൾ ഇത് നമ്മുടെ വടംവലി മത്സരം ജയിച്ചവർക്ക് പ്രൈസ് വിതരണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, സ്പോർട്സ്, എന്താ പറയുക, ചെസ്സ്, അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു പരിപാടിക്ക്. ഇതാ നൈനു സെക്കൻഡ് പ്രൈസ് വാങ്ങാൻ വേണ്ടി പോവുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പായസം ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ, ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വീട്ടിൽ പോയേ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരവും ഭക്ഷണം ഉണ്ടായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വന്നു. അധികം നിർത്തിയ ശരിയാവില്ലല്ലോ, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പിന്നെ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ ഏകദേശം കഴിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നേ. ഈ പ്രാവശ്യം ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല.